ചില ദിവസങ്ങളിൽ നമുക്ക് ഭയങ്കര എനർജിയായിരിക്കും അല്ലേ? എന്നാൽ ചിലപ്പോഴോ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും തോന്നില്ല. എന്തായിരിക്കും ഇതിന് കാരണം? ഇതിന്റെ ഉത്തരം നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. നമ്മുടെ ജീവശക്തിയെ നിയന്ത്രിക്കുന്ന 3 സൂക്ഷ്മമായ ഊർജ്ജങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. പ്രാണൻ, തേജസ്, പിന്നെ ഓജസ്. സിമ്പിളായി പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ വായു, തീ, വെള്ളം എന്നൊക്കെ ഇവയെ പറയാം. അപ്പോ നമ്മുടെ ഈ ആന്തരിക ശക്തികളുടെ രഹസ്യങ്ങളിലേക്ക് ഒന്നിറങ്ങിച്ചെന്നാലോ? നമ്മൾ 5 കാര്യങ്ങളാണ് പ്രധാനമായും നോക്കുന്നത്. ആദ്യം ഈ 3 ഊർജ്ജങ്ങൾ എന്താണെന്ന് പരിചയപ്പെടാം. പിന്നെ ഇവ എങ്ങനെയാണ് ഒരുമിച്ച് പ്രവർത്തിക്കുന്നതെന്ന് ഒരു ലൈറ്റ് ബൾബിന്റെ ഉദാഹരണം വെച്ച് മനസ്സിലാക്കാം. ഇതിന്റെ ബാലൻസ് തെറ്റിയാൽ എന്ത് സംഭവിക്കും, അതെങ്ങനെ ശരിയാക്കാമെന്നും നോക്കും. അവസാനം യോഗയുടെ യഥാർത്ഥ ലക്ഷ്യമെന്താണെന്നും നമ്മൾ ചർച്ച ചെയ്യും. അപ്പോൾ നമ്മുടെ ഈ യാത്ര തുടങ്ങുന്നത് ഈ 3 വാക്കുകളെ ശരിക്കൊന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ്: പ്രാണൻ, തേജസ്, ഓജസ്. ഒരുപക്ഷേ നിങ്ങളിത് കേട്ടിട്ടുണ്ടാവാം. പക്ഷേ ഇവ ഓരോന്നും നമ്മുടെ ശരീരത്തിലും മനസ്സിലും എങ്ങനെയാണ് പണിയെടുക്കുന്നത്, നമ്മുടെ ഓരോ ദിവസത്തെയും എങ്ങനെയാണിത് മാറ്റിമറിക്കുന്നത്, നമുക്ക് നോക്കാം. ആദ്യം തന്നെ തേജസ്. നമ്മുടെ ഉള്ളിലെ ഒരു തീപ്പൊരു പോലെയാണിത്. നമ്മുടെ ചിന്തകൾക്ക് ഒരു ക്ലാരിറ്റി തരുന്നതും ഒരു തീരുമാനമെടുക്കാൻ ധൈര്യം തരുന്നതും ഈ തേജസ്സാണ്. ഏതാണ് ശരി, ഏതാണ് തെറ്റ് എന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്ന ആ ഒരു ഉൾക്കാഴ്ചയില്ലേ, അതുതന്നെയാണ് തേജസ്. ഇനി അടുത്തത് പ്രാണൻ. ഇതാണ് നമ്മുടെ ലൈഫ് ഫോഴ്സ്, ജീവന്റെ അടിസ്ഥാനം. നമ്മൾ ശ്വാസം എടുക്കുമ്പോലെ പ്രാണൻ നമ്മുടെ ശരീരത്തിലെ ഓരോ സെല്ലിനും ചലനവും ഊർജ്ജവും കൊടുക്കുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ആ ഫ്രഷ്നെസ്സും ഉത്സാഹവുമില്ലേ, അതിൻ്റെയൊക്കെ പിന്നിൽ ഈ പ്രാണനാണ്. അവസാനമായി ഓജസ്. ഇത് നമ്മുടെ ഒരു എനർജി റിസർവാണ്, ഒരു പവർ ബാങ്ക് പോലെ. ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും അതിനെ നേരിടാൻ നമ്മളെ സഹായിക്കുന്ന ആ ഒരു ആഴത്തിലുള്ള കരുത്തില്ലേ, അതാണ് ഓജസ്. ഒരു വലിയ ബിൽഡിങ്ങിന് ഉറപ്പുള്ള ഫൗണ്ടേഷൻ പോലെയാണ് നമ്മുടെ ശരീരത്തിന് ഓജസ്. അപ്പോ നമ്മൾ ഈ 3 ഊർജ്ജങ്ങളെയും വെവ്വേറെ പരിചയപ്പെട്ടു. തേജസ്സുണ്ട്, പ്രാണനുണ്ട്, ഓജസ്സുമുണ്ട്. പക്ഷേ എങ്ങനെയാണ് ഇവ 3ഉം ഒരുമിച്ച് പ്രവർത്തിക്കുന്നത്? ഒരേ സമയം നമ്മുടെ ഉള്ളിൽ തീയും കാറ്റും വെള്ളവുമൊക്കെ ഒരു കുഴപ്പവുമില്ലാതെ എങ്ങനെയാണ് നിലനിൽക്കുന്നത്? നമുക്ക് ആ രഹസ്യം എന്താണെന്ന് നോക്കാം. ഇതൊരു നല്ല ചോദ്യമാണല്ലേ. പുറത്ത് തീയും കാറ്റും വെള്ളവും ഒരുമിച്ചാൽ ചിലപ്പോൾ ഒരു ബഹളമാകും. പക്ഷേ നമ്മുടെ ഉള്ളിൽ ഇവയൊരു അത്ഭുതകരമായ ഹാർമണിയിൽ പ്രവർത്തിക്കുന്നു. അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വളരെ ലളിതവും എന്നാൽ ശക്തമായ ഒരു ഉപമയുണ്ട്. ഈ ലൈറ്റ് ബൾബിന്റെ ഉപമ വളരെ ശ്രദ്ധയോടെ കേൾക്കണം. കാരണം ഇതാണ് ഈ വിഷയത്തിന്റെ കാതൽ. ഓജസ് എന്ന ഫൗണ്ടേഷനില്ലാതെ നമ്മൾ തേജസ്സും പ്രാണനും കൂട്ടാൻ ശ്രമിച്ചാൽ അതൊരു ചെറിയ ബൾബിലേക്ക് താങ്ങാനാവുന്നതിലും കൂടുതൽ കറണ്ട് കടത്തിവിടുന്ന പോലെയാണ്. പിന്നെന്തുണ്ടാകും? ബൾബ് ഫ്യൂസായി പോകും. ഈ ടേബിൾ നോക്കൂ, അപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി ക്ലിയർ ആവും. ഓജസ് എന്ന് പറയുന്നത് നമ്മുടെ ബൾബിന്റെ കപ്പാസിറ്റിയാണ്, അതായത് അതിന്റെ വാട്ടേജ്. തേജസ് അതിലൂടെ പോകുന്ന കറണ്ടിന്റെ ശക്തിയാണ്. പ്രാണൻ അതിന്റെ വേഗതയും. അപ്പോൾ ഒരു 100 വാട്ടിന്റെ ബൾബിൽ 1000 വാട്ട് കറണ്ട് കൊടുത്താൽ എന്താകും അവസ്ഥ? അതുതന്നെയാണ് വേണ്ടത്ര ഓജസ് ഇല്ലാതെ നമ്മൾ തീവ്രമായ സാധനകൾ ചെയ്യുമ്പോഴും സംഭവിക്കുന്നത്. ശരി, അപ്പോൾ ഈ ആന്തരിക ബൾബ് പൊട്ടുമ്പോൾ അല്ലെങ്കിൽ ഈ ബാലൻസ് തെറ്റുമ്പോൾ ശരിക്കും എന്താണ് സംഭവിക്കുന്നത്? ഈ ഊർജ്ജങ്ങൾ തമ്മിലുള്ള താളം തെറ്റുന്നത് നമ്മുടെ ശരീരത്തിലും മനസ്സിലും എന്ത് പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പലരും ആത്മീയ പരിശീലനങ്ങളിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുണ്ടലിനി സിൻഡ്രോം എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കാറുണ്ട്. പക്ഷേ സത്യത്തിൽ മിക്കവാറും പ്രശ്നങ്ങളുടെ കാരണം നിഗൂഢമായ ഏതോ ശക്തിയൊന്നുമല്ല, മറിച്ച് ഈ 3 അടിസ്ഥാന ഊർജ്ജങ്ങൾ തമ്മിലുള്ള ഒരു ചെറിയ താളപ്പിഴ മാത്രമായിരിക്കും. ഇതിന്റെ ലക്ഷണങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഇപ്പോ തേജസ്സാണ് ക്രമം തെറ്റുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും, ഒരസ്വസ്ഥത, ശരീരത്തിനൊരു പുകച്ചിൽ ഒക്കെ അനുഭവപ്പെടാം. നേരെ മറിച്ച് പ്രാണനാണ് അനിയന്ത്രിതമാകുന്നതെങ്കിൽ ഒരു സ്ഥലത്തും അടങ്ങിയിരിക്കാൻ പറ്റാത്തൊരവസ്ഥ, ഹൈപ്പർ ആക്ടിവിറ്റി അല്ലെങ്കിൽ മാനസിക പെരുമുറുക്കം ഒക്കെയാകും ഫലം. ഇവിടെയാണ് ഓജസ്സിന്റെ പ്രാധാന്യം നമ്മൾ വീണ്ടും ഓർക്കേണ്ടത്. നമ്മുടെ അടിത്തറ, അതായത് ഓജസ് ദുർബലമാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന കഠിനമായ സാധനകൾ പോലും ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും. ഉറപ്പില്ലാത്ത ഫൗണ്ടേഷനിൽ ഒരു വലിയ കെട്ടിടം പണിയാൻ ശ്രമിക്കുന്നത് പോലെയാണത്. അത് താഴെ വീഴും, ഉറപ്പാണ്. ഓക്കെ, നമ്മൾ ഇത്രയും നേരം പ്രശ്നങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത്. ഇനി ഇതിന് പരിഹാരമില്ലേ? തീർച്ചയായുമുണ്ട്. ഈ 3 ഊർജ്ജങ്ങളെയും എങ്ങനെ സുരക്ഷിതമായി ഒരുമിച്ച് ഒരേ താളത്തിൽ വളർത്തിയെടുക്കാം? യോഗ ഇതിന് കൃത്യമായ വഴികൾ പറയുന്നുണ്ട്. അതെന്താണെന്ന് നോക്കാം. സന്തുലിതമായ ഒരു പരിശീലനത്തിന് 3 ഭാഗങ്ങളുണ്ട്. ഒന്നാമതായി, ഓജസ് എന്ന അടിത്തറ ശക്തമാക്കണം. അതിന് നല്ല ഭക്ഷണവും നല്ല ജീവിതശൈലിയും വേണം. രണ്ടാമതായി, പ്രാണനെ നിയന്ത്രിക്കണം. പ്രാണായാമം പോലുള്ള ശ്വസനക്രിയകളിലൂടെ അത് സാധിക്കും. മൂന്നാമതായി, തേജസ് എന്ന ആന്തരിക വെളിച്ചത്തിന് തെളിച്ചം കൂട്ടണം. അതിന് ധ്യാനവും മന്ത്രജപവും സഹായിക്കും.
ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതെങ്കിലും ഒന്നിനെ മാത്രം ഫോക്കസ് ചെയ്യരുത് എന്നതാണ്. തേജസ് മാത്രം കൂട്ടാൻ ശ്രമിക്കുകയോ പ്രാണൻ മാത്രം കൂട്ടാൻ ശ്രമിക്കുകയോ അല്ല വേണ്ടത്. ഇവ മൂന്നും തമ്മിലുള്ള ഒരു മനോഹരമായ ബാലൻസ് കണ്ടെത്തുക എന്നതാണ് യഥാർത്ഥ ലക്ഷ്യം. അതാണ് ഏറ്റവും സുരക്ഷിതമായ, ഏറ്റവും ഫലപ്രദമായ വഴിയും. പക്ഷേ ഒരു ചോദ്യം ബാക്കിയുണ്ട്. എന്തിനാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്? വെറുതെ കുറച്ച് എനർജി കൂട്ടാനോ നിയന്ത്രിക്കാനോ ആണോ? അതിനപ്പുറം യോഗ നമ്മളെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? നമുക്ക് ആ വലിയ ചിത്രത്തെക്കുറിച്ച് സംസാരിക്കാം. ഈ താരതമ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ധ്യാനം നമ്മുടെ ഓജസ്സിനെ പതുക്കെ പടുത്തുയർത്തി സ്ഥിരമായ മാറ്റത്തിലേക്ക് നയിക്കുന്നു. എന്നാൽ ലഹരിവസ്തുക്കൾ എന്താണ് ചെയ്യുന്നത്? അവ നമ്മുടെ കയ്യിലുള്ള ഓജസ്സിനെ അതിവേഗം കത്തിച്ചു തീർത്ത് ഒരു താൽക്കാലിക അനുഭവം തരുന്നു. ഒന്ന് അടിത്തറ പാകുന്നു, മറ്റൊന്ന് ഉള്ള അടിത്തറ കൂടി തകർക്കുന്നു. യോഗയുടെ യഥാർത്ഥ സൗന്ദര്യം ഇവിടെയാണ്. എന്തൊക്കെയോ അത്ഭുത സിദ്ധികൾ നേടാനോ അസാധാരണമായ അനുഭവങ്ങൾ തേടിപ്പോകാനോ ഉള്ള ഒന്നല്ല യോഗ. മറിച്ച് നമ്മുടെ ഉള്ളിലേക്ക് തന്നെ തിരിഞ്ഞുനോക്കി നമ്മൾ യഥാർത്ഥത്തിൽ ആരാണെന്ന് തിരിച്ചറിയാനുള്ളൊരു യാത്രയാണത്. പുതിയതായി ഒന്നും നേടാനല്ല, മറിച്ച് നമ്മൾ ആരാണെന്ന് ഓർത്തെടുക്കാനാണ്. അപ്പോ ഈയൊരു ചിന്തയോടെ നമുക്ക് നിർത്താം. ഏറ്റവും വലിയ വെല്ലുവിളി എന്നത് പുതിയ ശക്തികൾ തേടി പുറത്തേക്ക് പോകുന്നതാണോ, അതോ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഈ അപാരമായ ശക്തിയെ തിരിച്ചറിഞ്ഞ് അതിനെ സ്നേഹത്തോടെയും വിവേകത്തോടെയും ബാലൻസ് ചെയ്യുന്നതാണോ? ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. നന്ദി.